പെണ്ണേ, നമുക്കിന്നുണ്ടല്ലോ നമ്മുടെ ബോൺസായി പ്ലാന്റിന്റെ വീഡിയോ എടുത്താലോ? ആ ശരി ചേച്ചി, നമുക്ക് ചേട്ടാനും കൂടി കൂട്ടാ. സ്പെഷ്യൽ ആണല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ ബോൺസായി പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോട് തന്നെ ചോദിക്കാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മുടെ ആമീസിൽ കുറച്ച് ബോൺസായിയുടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ തുടക്കം മുതൽ തന്നെ ബോൺസായികളുടെ കുറേ ശേഖരങ്ങൾ തന്നെ നമ്മുടെ അടുത്തുണ്ട്. ബോൺസായി മരങ്ങൾ, പിന്നെ നമ്മുടെ ഒലിവ്, പിന്നെ ഒലിവിൻ്റെ ചെറുത് വലുത് ഒക്കെയായ ഒരുപാട് തരത്തിലുള്ള ബോൺസായി ചെടികൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് നേരിട്ട് നമ്മൾ സൈറ്റുകളിൽ ഇറക്കി കൊടുക്കലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആയിട്ട് വരുന്ന ചെടികളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ഒലിവുണ്ട്, ഇതുണ്ട്, പിന്നെ ടെർമനാലിയ. നമ്മളെ ലാൻഡ്സ്കേപ്പിലേക്ക് വേണ്ട ഒരു വീട് അല്ലെങ്കിൽ റിസോർട്ട് എന്തും ആവട്ടെ, ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആമീസ് ഗാർഡനിൽ അവൈലബിൾ ആണ്. നമ്മൾ നേരിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള നമ്മുടെ ബോൺസായുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബോൺസായിയുടെയൊക്കെ വലിയ വലിയ കളക്ഷൻസുകളൊക്കെ നമുക്ക് പുതിയ ഷിപ്മെൻറ്റൊക്കെ വരാനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കൂടുതലായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവും. അപ്പം റീസണബിളായ റേറ്റിൽ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ അതിർത്തി പ്രദേശം ആയതുകൊണ്ട്, വയനാട് തമിഴ്നാടും ഈ പറയുന്ന കർണാടക അതിർത്തികളായതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ നിന്നൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ ബോൺസായിയുടെ വലിയ വലിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. വെയിറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഇത് നമ്മുടെ ആമീസിലൊരു ഒലിവിൻ്റെ പ്ലാന്റ് ആണ്. ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്തായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഈ ഒലിവിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒലിവ് ചെടികളെല്ലാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചെടികളാണ് ഒലിവിൻ്റെ ചെടികളൊക്കെ ഉണ്ടാവുക. ഇതെനിക്ക് ഒരു 10-200 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ചെടികൾ. ഇത് കട്ട് ചെയ്തിട്ട് എനിക്ക് വേര് പിടിപ്പിച്ച് തളുത്ത് വരുന്നതാണ് ഇതിനകത്ത് എൻ്റെ പ്രത്യേകത ഉള്ളത്. ഒലിവുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ, 2000 വർഷങ്ങളും 3000 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ഒലിവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിലാണ് ഒലിവ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ വലുതുമുണ്ട്, ചെറുതുമായിട്ടുള്ള ചെടികൾ ഒരുപാടുണ്ട്. നമുക്ക് പുതിയ കളക്ഷൻസ് വരാറുമുണ്ട്. അപ്പോഴേ നമ്മുടെ ബോൺസായി പ്ലാന്റ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ആമീസ് ഗാർഡനിലേക്ക് തന്നെ പോരണം കേട്ടോ. നമ്മുടെ ആമീസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാലോ? വയനാട് ജില്ലയിലെ അമ്പലവേൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.